എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഞാൻ എങ്ങനെയാണ് ഒരു സൂപ്പ് നമ്മുടെ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കൂണ് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തത്, പാല്, നെയ്യ്, വെള്ളം, ഉപ്പ്, കുരുമുളക് പൊടി, കോൺഫ്ലവർ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുക്കണം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമുണ്ടെങ്കിൽ അധികം എടുക്കാം കേട്ടോ. ഞാൻ വലിയ ചുളയാണ്, അങ്ങനത്തെ ഒരു 2 എണ്ണം എടുത്തു. ചെറിയ ഉള്ളി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് നമ്മൾ മൈക്രോവേവ് ചെയ്തെടുക്കണം. വേറെ ഏത് കുക്കിങ്ങിനേക്കാളും കുറച്ച് സേഫ് മൈക്രോവേവ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് നെയ്യൊക്കെ ആണെങ്കിലും മറ്റേ പാനിൽ വെച്ച് നമ്മൾ ഗ്യാസിൽ ചെയ്യണതൊക്കെ കുറച്ച് മതി ഇതിൽ ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്കതിൽ ഫ്രൈ ചെയ്ത് കിട്ടിക്കോളും. ഗ്യാസിൽ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി നെയ്യ് വേണം, കൂണൊന്ന് ഫ്രൈ ആയിക്കിട്ട്. ഇത് നമുക്ക് നെയ്യ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇനി അത് ഉള്ളിയും വെളുത്തുള്ളിയും ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലോട്ട് കൂണും കൂടി ഇട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ്, കൂണ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി നമ്മൾ കഴിക്കണം. അതിന് ഏറ്റവും എളുപ്പം ഹെൽത്തി ആയിട്ടുള്ളതും സൂപ്പ് തന്നെയാണ്. അപ്പോൾ ഡെയിലി ആണെങ്കിൽ കൂടി നമുക്ക് ഒരു സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കുട്ടികൾക്കാണെങ്കിൽ നമുക്കത് പായസമാക്കാം. ഇനി ഞാൻ വേറൊരു ദിവസം പായസത്തിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് മുതിർന്നവർക്കൊക്കെ ആകുമ്പോൾ സൂപ്പ് തന്നെയാണ് നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഫ്രൈ ചെയ്യാൻ വയ്ക്കണം. അതൊരു 2.5 മിനിറ്റ് വെച്ചു. 2.5 അല്ല കേട്ടോ, 3 മിനിറ്റ് വെച്ചു.
വെള്ളത്തിലേക്ക് നമുക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വയ്ക്കാം. കോൺഫ്ലവർ പെട്ടെന്ന് വെള്ളത്തിൽ അലിയും, അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. കട്ട കുത്താതെ നമ്മളിപ്പോൾ വേറെ അരിപ്പൊടിയാണെങ്കിലും മൈദമാവാണെങ്കിലും വെള്ളത്തിലൊക്കെ ഇടുമ്പോൾ കട്ട പിടിക്കും. പക്ഷെ കോൺഫ്ലവർ പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞ് കട്ടയില്ലാതെ ഇതായി നിൽക്കും. ഇനി നമ്മളതിലേക്ക് ശരിക്കും റോസ്റ്റ് ആയിട്ടുണ്ട് കോണ്. ഇനി അതിലേക്ക് പാലും കുരുമുളക് പൊടിയും ഉപ്പും ഇപ്പോഴാണ് ചേർത്തത്. ഉപ്പും കുരുമുളക് പൊടിയും പാലും പിന്നെ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിൽ, അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി മൈക്രോവേവ് ചെയ്തെടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ആ കൂടി ഒരു 3-4 മിനിറ്റ് മതി. പിന്നെ ഒരു 2.5 മിനിറ്റും കൂടി വെച്ചു. ആ കോൺഫ്ലവർ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് 2.5 മിനിറ്റും കൂടി വെച്ചു. 2.5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ നല്ല ഒന്നാന്തരം ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് കിട്ടും.